വീണ്ടും സിസ്റ്റം തകരാറിലാണോ എന്നുള്ളതാണ് ചോദ്യം. സിസ്റ്റം ഈ വിഷയത്തിൽ തകരാറിലല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രവുമല്ല, ഒരു സിസ്റ്റവും ഉണ്ടാവാതിരുന്ന ഒരിടത്തു നിന്നാണ് ഈ സിസ്റ്റം എന്ന് പറയുന്ന ആശയത്തിലേക്ക് തന്നെ മെഡിക്കൽ കോളേജുകൾ വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഉദാഹരണത്തിന് നമുക്ക് കാത്ത് ലാബ് മാത്രം എടുക്കാം. ഇപ്പോൾ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. ആരോഗ്യ വകുപ്പ് മൊത്തം സിസ്റ്റം എററാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നു? ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, പ്രതിപക്ഷ നേതാവിനുള്ള ചോദ്യമാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ മൊത്തം 13 മെഡിക്കൽ കോളേജുകളാണല്ലോ ഇപ്പോൾ നമുക്കുള്ളത്. UDF സർക്കാരിൻ്റെ കാലത്ത് എത്ര കാത്ത് ലാബുകൾ, എത്ര മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു? ഞാൻ എണ്ണി തന്നെ പറഞ്ഞു തരാം. കാത്ത് ലാബുകൾ, പ്രഷർക്ക് കാത്ത് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുന്ന ഹൃദയ സംബന്ധമായ അസുഖം വരുന്ന രോഗികളേക്ക് കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് നടത്തുന്ന, ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു തുടങ്ങിയത് എന്ന് മുതലാണ്. 1997 നയനാ സർക്കാരിൻ്റെ കാലത്ത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും 2 കാത്ത് ലാബുകൾ വരുന്നുണ്ട്. VS അച്യുതാനന്ദൻ്റെ കാലത്ത് കോട്ടയത്ത് 2008 ആലപ്പുഴയിൽ 2011 മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബുകൾ വന്നു. എറണാകുളത്ത് 2018 തൃശ്ശൂരിൽ 2017 മഞ്ചേരിയിൽ 2018 വയനാട്ടിൽ 2024 കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു. മൊത്തം 13 മെഡിക്കൽ കോളേജുകളിൽ 10 മെഡിക്കൽ കോളേജുകളിലും, കാസർഗോഡും പത്തനംതിട്ടയും ഇടുക്കിയും ഒഴിച്ചു നിർത്തി 10 മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് LDF സർക്കാരാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ പോലും ഒരു കാത്ത് ലാബ് പോലും തുടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല, ജനറൽ ഹോസ്പിറ്റലുകളിൽ അടക്കം കാത്ത് ലാബുകൾ വന്നതിൻ്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. വയനാട്ടിൽ 2024, കൊല്ലത്ത് മെഡിക്കൽ കോളേജിൽ 2021, കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ 2023 കാത്ത് ലാബ് വരുന്നു. കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. തൃശ്ശൂരിൽ ജില്ലാ ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. ഇടുക്കി അടിമാലിയിൽ ഈ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് കാത്ത് ലാബുകൾ തുടങ്ങിയത് 0. ആകെ LDF സർക്കാരിൻ്റെ കാലത്താണ് മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റ് ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും കാത്ത് ലാബുകൾ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.